പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ രണ്ടാം വരവിന് മുൻപ് ലോകം മുഴുവൻ ഈ വചനം പ്രഘോഷിക്കപ്പെടും എന്ന അങ്ങയുടെ പ്രവചനമനുസരിച്ച് ഈ കാലഘട്ടത്തിൽ നടക്കുന്ന എല്ലാ വചന ശുശ്രൂഷയും, പ്രത്യേകിച്ച് മാധ്യമങ്ങളിലൂടെ നടക്കുന്ന വചന ശുശ്രൂഷയും അനുഗ്രഹിക്കുമാറാകണമേ. വചനം ശ്രവിക്കുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും അവിടുന്ന് നവീകരിക്കുമാറാകണമേ. അങ്ങയുടെ ആത്മാവുകൊണ്ട് നിറയ്ക്കണമേ. വചനമയച്ചവരെ സൗഖ്യപ്പെടുത്തി എന്ന തിരുവചനം ഈ വചനം ശ്രവിക്കുന്ന ഓരോ വ്യക്തികളിലും കുടുംബത്തിലും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ഈ കാലഘട്ടങ്ങളിൽ ധാരാളം ആൾക്കാർ ദൈവവചനം കേൾക്കാനായിട്ട് ധ്യാന മന്ദിരങ്ങളിലും കൺവെൻഷനുകളിലും സംബന്ധിക്കുന്നു. ഞങ്ങൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ മുമ്പിലിരിക്കുന്ന ജനത്തെ ഞങ്ങൾ കാണുന്നത് മാനസികമായിട്ട് തകർന്നവർ, ദുഃഖിക്കുന്നവർ, വേദനിക്കുന്നവർ, മനുഷ്യന് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുമായിട്ടുള്ള ആൾക്കാരെയാണ് ഞങ്ങൾ മനസ്സിൽ കാണുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ സന്ദേശങ്ങളും മിക്കവാറും അതുപോലുള്ളതായിരിക്കും. സുഖപ്പെടുത്തുന്ന കർത്താവിനെ, ആശ്വസിപ്പിക്കുന്ന കർത്താവിനെ ഇതായിരിക്കും. താൽക്കാലികമായിട്ട് അവരെ വചനം കേട്ടു പോകുന്നു. ആ സമാധാനം ശാശ്വതമായിട്ട് നിലനിൽക്കുന്നതായിട്ട് കാണുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ? കുറച്ച് നാളുകൾ കൺവെൻഷനുകളും വചനങ്ങളും കേട്ടു, പിന്നെ കുറേ പേര് പഴയ വഴിയിലേക്ക് പോകുന്നു. അതിന് മനസ്സിലാക്കാൻ പറ്റിയത് ഈശോ പറയുകയുണ്ടായി. മർക്കോസിൻ്റെ സുവിശേഷം 12:24 വാക്യത്തിൽ, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. നമ്മൾ കാണുന്ന വിശ്വാസികളിൽ ഒരു പറ്റം ആൾക്കാർ അവർ സമ്മതിക്കാറുണ്ട്, ഞങ്ങൾ നിരീശ്വരവാദിയാണ്. പക്ഷേ അവർ നിരീശ്വരവാദിയാണെന്ന് പറയുമ്പോഴും ഒരു ഈശ്വര വിശ്വാസിയേക്കാൾ മെച്ചപ്പെട്ട ജീവിതം നയിക്കുന്ന ചിലരെങ്കിലും ആ കൂട്ടത്തിൽ കണ്ടേക്കാം. ചിലർ പറയുന്നത് ഞങ്ങൾ യുക്തിവാദിയാണ്, ഞങ്ങളുടെ യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്, അല്ലാത്തത് ഞങ്ങൾ തള്ളിക്കളയുന്നു. മറ്റു ചിലർ ദൈവവിശ്വാസികളെന്ന് അറിയപ്പെടുകയും എന്നാൽ നിരീശ്വരവാദികളായി ജീവിക്കുന്ന പതിനായിരങ്ങളുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടവനായിരുന്നു ഞാനും. ഞാൻ ഒരിക്കലും നിരീശ്വരവാദിയാണ്, യുക്തിവാദിയാണ് എന്ന് പറഞ്ഞിട്ടില്ല. വിശ്വാസികളുടെ ഗണത്തിലാണ് എണ്ണപ്പെടുന്നതെങ്കിലും ദൈവമായിട്ട് ബന്ധമില്ലാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ നമ്മുടെ യുക്തി കൊണ്ട് നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ അത് മാത്രമേ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലും നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ ബൈബിൾ പറയുകയാണ്, ഇന്നത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് വിശുദ്ധ ലിഖിതങ്ങൾ. അതിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന, മനസ്സിലാക്കാൻ പറ്റുന്ന ചില വചനങ്ങൾ മാത്രം സ്വീകരിക്കുകയും ബാക്കി തള്ളിക്കളയുകയും ചെയ്യുകയാണ്. നമ്മളിന്ന് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന പോലെ തന്നെ മറ്റൊരു ശക്തിയുണ്ട്, പിശാചുണ്ട് എന്നുള്ളതും ഒരു സത്യമാണ്. ദൈവത്തിന് ശക്തി ഉള്ളതുപോലെ തന്നെ പിശാചിന് ശക്തിയുണ്ട്. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെയും പിശാചിൻ്റെയും ശക്തി തുല്യമാണെന്നുള്ള അർത്ഥത്തിലല്ല. അവൻ്റേതായ ശക്തിയുണ്ട്, ദൈവത്തിൻ്റെതായ ശക്തിയുണ്ട്, എനിക്ക് എൻ്റേതായ മാനുഷിക ശക്തിയുണ്ട്. ഈ ഒരു തിരിച്ചറിവ് പലർക്കും ഇല്ലാത്തതുകൊണ്ടാണ് നല്ല ജീവിതം നയിക്കാൻ പലരും ആഗ്രഹിക്കുന്നു, പക്ഷെ അവർ പരാജയപ്പെടുക. അതുകൊണ്ട് ബൈബിൾ നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്, പിശാചിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് മുന്നറിയിപ്പ് തരുന്നുണ്ട്. വിശുദ്ധ പത്രോസ്ലിയ പറയുകയാണ്, അലർന്ന സിംഹത്തെ പോലെ അവൻ ചുറ്റി നടക്കുകയാണ്. അതുകൊണ്ടാണ് എഫേസോസ് 6:10 പൗലോസ്ലിയ പറഞ്ഞത്, നമ്മൾ മാംസരക്തങ്ങൾക്കെതിരായിട്ടല്ല പടപൊരുതുന്നത്, സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരായിട്ടാണ്. ഈ പിശാചിനെക്കുറിച്ച് തിരിച്ചറിയുകയും അതിൽ നമ്മളെ രക്ഷിക്കാൻ ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ സൃഷ്ടാവായ ദൈവം ഒരു വ്യക്തിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലെ മരണം വഴിയല്ലാതെ പിശാചിൻ്റെ ആക്രമണത്തിൽ നിന്ന് സ്വയം ഒരു വ്യക്തിക്കും, എത്ര ശക്തനാണെങ്കിലും ഒരു വ്യക്തിക്കോ കുടുംബത്തിനോ രക്ഷപ്പെടുക സാധ്യമല്ല. അവരുടെ ജീവിതത്തിൽ അവർ തിരിച്ചറിയുന്നുണ്ട്, അസ്വാഭാവികമായിട്ട് എന്തൊക്കെയോ എൻ്റെ കുടുംബത്തിൽ എന്നെ വേട്ടയാടുന്നു. ഞാൻ കച്ചവടം നടത്തി നല്ല നിലയിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്, ഇപ്പോഴത് തകർന്നു, കടങ്ങൾ കയറുകയാണ്, അവസാനം കട നിർത്തേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുക. ഞങ്ങളുടെ കുടുംബത്തിൽ തലമുറയായിട്ട് ഇങ്ങനെ ആത്മഹത്യ, എന്തോ അസ്വസ്ഥതയുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ മൃഗങ്ങൾ വാഴുന്നില്ല, ചത്തുപോകുക. ഞങ്ങളുടെ കുടുംബത്തിൽ വിവാഹ തടസ്സം, പെൺകുട്ടികളുടെ വിവാഹം നടക്കുന്നില്ല. അതുപോലെ വന്ധ്യത, അവിടെ ഇവിടെ ആർക്കെങ്കിലും ഒരു കുട്ടിയുണ്ടെങ്കിലുണ്ട്, മക്കളില്ല. ഇങ്ങനെയുള്ള ചിലത് കാണുമ്പോൾ അസ്വാഭാവികമായിട്ട് എന്തോ ഒന്ന് ഞങ്ങളുടെ കുടുംബത്തിലുണ്ടെന്ന് അവർ തിരിച്ചറിയുന്നു. പക്ഷെ പരിഹാര മാർഗം അറിയാത്തത് കൊണ്ട് നാട്ടുകാരുടെ ഉപദേശം സ്വീകരിച്ച് സാത്താനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സാത്താൻ്റെ സഹായം തേടുകയാണ്. അതാണല്ലോ മന്ത്രവാദം, കൂടോത്രം, ചാത്തൻ സഭ എന്നൊക്കെ പറയുന്നു. അങ്ങനെ വിശ്വാസികളുടെ തന്നെ അനേകം കുടുംബങ്ങൾ തകർച്ചയിലാണ്. അതുകൊണ്ട് ബൈബിളിൽ ഒരു വ്യക്തി, ഒരു പട്ടാളക്കാരനാണ്, അദ്ദേഹം അപ്പോസ്തലന്മാരോട് ചോദിക്കുന്നുണ്ട്, യജമാനന്മാരെ രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അതിന് കൊടുത്ത മറുപടി, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നാണ് അതിന് കൊടുത്ത മറുപടി. നീയും എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് ആത്മാവാണ്. അവിടെ നിന്നാണ് ആരംഭിക്കേണ്ടത്.
ഇന്ന് കാണുന്ന പല വ്യക്തികളുടെയും പല ദുശീലങ്ങളുടെയും തിന്മയുടെയും പിന്നിൽ സാത്താൻ്റെ കരമുണ്ടാകാം. ഉദാഹരണത്തിന് ഒരു പിശാചിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ഹോസിയ 4:12 അവിടെ പറയുകയാണ്, വ്യഭിചാരത്തിൻ്റെ ദുർഭൂതം അവർ വഴിതെറ്റിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയ അത്രയും നമ്മൾ എന്ത് പ്രസംഗിച്ചാലും ഒരു വ്യക്തിയുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട വ്യാഖ്യാനങ്ങളോ ഉദാഹരണങ്ങളോ വരുന്നില്ലെങ്കിൽ സാധാരണ മനുഷ്യൻ്റെ ഹൃദയം തുറക്കാറില്ല. ഒരു കൺവെൻഷൻ സമയത്ത് സാത്താൻ്റെ ഈ പ്രവർത്തനത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരു മാന്യനായ ഉദ്യോഗസ്ഥനാണ്, പക്ഷേ ഞാനിവിടെ പല ബന്ധത്തിലുള്ളവർ ഈ തിരുവചനം കേൾക്കുന്നുണ്ട്, ബന്ധം ഞാൻ തെളിച്ചു പറയുന്നില്ല, ഏറ്റവും അടുത്ത ബന്ധം എന്ന് മനസ്സിലാക്കിയാൽ മതി. സാഹചര്യം അനുകൂലമാണെങ്കിൽ അയാൾക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അതിനുശേഷം നിരാശപ്പെട്ട ആത്മഹത്യക്ക് പോലും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾക്കുള്ളിൽ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വചനം കേൾക്കുന്നത്. അദ്ദേഹം ഞാനുമായിട്ട് കണ്ട് സംസാരിച്ചു. എനിക്ക് മനസ്സിലായി ഇത് തിന്മയുടെ ബന്ധനമാണെന്ന്. പക്ഷേ അൽമായൻ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം സഭാധികാരികളുമായിട്ട് ബന്ധമുള്ള ആളായിരിക്കാം. ഒരുപക്ഷെ അഭിയുന്ന പിതാവിനോട് പറയുകയാണ്, പിതാവേ ഞാനിങ്ങനെ ഇന്നയാളെ കണ്ടു, അപ്പോൾ എനിക്ക് പിശാചുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് അങ്ങനെയൊക്കെ പോകും അതിൻ്റെ വ്യാഖ്യാനം. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ എനിക്ക് പരിചയമുള്ള ഒരു വൈദികൻ, ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ തുരുത്തിമറ്റം അച്ഛൻ, വരങ്ങൾ ഉപയോഗിക്കുന്ന വൈദികനാണ്. താമരശ്ശേരി രൂപതയിൽ കുളത്തുവയിലുമൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അച്ഛനാണ്. ഞാൻ പറഞ്ഞു, നീ എന്നോട് പറഞ്ഞ ഈ കാര്യം ഈ വൈദികനെ കണ്ട് പറയും, ഒരു പക്ഷേ നിനക്ക് സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള പിശാചിനെ ബഹിഷ്കരിക്കാനുള്ള പ്രാർത്ഥന ആവശ്യമായിരിക്കും. അദ്ദേഹം അച്ഛനെ കണ്ടു. അച്ഛൻ പ്രാർത്ഥിച്ചപ്പോഴും മനസ്സിലായി. അന്ന് ഇദ്ദേഹം മാനന്തവാടി രൂപതക്കാരനാണ്. അഭിയന്യ തൂങ്കുഴി പിതാവാണ് മാനന്തവാടി രൂപത മെത്രാൻ. ഈ അഗസ്റ്റിൻ അച്ഛൻ തൂങ്കുഴി പിതാവിനൊരു എഴുത്ത് കൊടുത്തു. എന്നിട്ട് ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞ്, ഈ എഴുത്ത് പിതാവിന് കൊടുത്താൽ മതി, ബാക്കി പിതാവ് ചെയ്തോളും. അതിലെഴുതിയിരിക്കുകയാണ്, ഈ ചെറുപ്പക്കാരൻ എന്നെ വന്ന് കണ്ടിരുന്നു, ആൾക്ക് സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള പിശാചിനെ ബഹിഷ്കരിക്കാനുള്ള പ്രാർത്ഥന ആവശ്യമാണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങയുടെ രൂപതയിൽപ്പെട്ട ആളായതുകൊണ്ട് അങ്ങോട്ട് അയക്കുന്നു, അങ്ങ് വേണ്ടത് ചെയ്യുമല്ലോ. പിതാവ് എഴുത്ത് വായിച്ചതിന് ശേഷം ശ്ലൈഹിക അധികാരം ഉപയോഗിച്ച് വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ നിമിഷം മുതൽ ആ തിന്മയിൽ നിന്ന് ആ വ്യക്തിക്ക് വിടുതൽ കിട്ടുക. അപ്പോൾ ഈ വിശുദ്ധ ലിഖിതങ്ങളൊന്നും അറിയേണ്ടതുപോലെ അറിയാതെ നാലാളെ കാണുമ്പോൾ രോഗശാന്തി കിട്ടുന്ന കാര്യവും കല്യാണം നടക്കുന്ന കാര്യവും പറയും. പറഞ്ഞ ആൾക്കും തൃപ്തിയായി, കേട്ട ആൾക്കും തൃപ്തിയായി. പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. അടിസ്ഥാനമായിട്ടുള്ള പ്രശ്നങ്ങൾ പല വ്യക്തികളും പല കുടുംബങ്ങളും സാത്താൻ്റെ കെണിയിൽപ്പെട്ട് കിടക്കുക. മർക്കോസിൻ്റെ സുവിശേഷം 16 ഒരു സ്ത്രീയെക്കുറിച്ച് കർത്താവ് പറയുകയാണ്, ഇവിളിൽ നിന്നാണ് 7 പിശാചുകളെ പുറത്താക്കിയത്. അപ്പോൾ ചിലരുടെയൊക്കെ വിചാരിത അന്നത്തെ കാലത്തെ കൊമ്പും വാലുമുള്ളൊരു സത്വത്തെയാണ് ഭാവനയെ കാണുന്നത്. ഇന്ന് ഒത്തിരി കുടുംബങ്ങൾ ധ്യാനത്തിന് പോകുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഗുണം വ്യക്തി ജീവിതത്തിൽ കാണുന്നില്ല, കുടുംബത്തിൽ കാണുന്നില്ല. ഈ തിന്മയുടെ ബന്ധനത്തിൽ കിടന്നാണ് പല വ്യക്തികളും ഇത് ചെയ്യുന്നത്. എല്ലാത്തിൻ്റെയും തകർച്ചയുടെ പിന്നിൽ പിശാചാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിൻ്റെ പിശാചിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. അത് തിരിച്ചറിയാനുള്ള വിവേചനം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും. അപ്പോഴതിനുശേഷം അയാൾക്ക് വിടുതൽ കിട്ടുക. ലൂക്കായുടെ സുവിശേഷം 9:1-2 വാക്യങ്ങളിൽ ഈശോ ഇങ്ങനെ അപ്പസ്തോലന്മാരോട് പറഞ്ഞു, സകല പിശാചുക്കളുടെ മേൽ, മദ്യപിശാച്, മയക്കുമരുന്നിൻ്റെ പിശാച്, വെറുപ്പിൻ്റെ പിശാച്, കൊലപാതകത്തിൻ്റെ പിശാച്, വിവാഹ ബന്ധങ്ങൾ കുടുംബം ശീതലമാക്കുന്ന പിശാച്, ജഡികാസക്തിയുടെ പിശാച്, സകല പിശാചുക്കളുടെ മേൽ അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ആ അധികാരം ഉപയോഗിച്ചാണ് പിതാവ് പ്രാർത്ഥിച്ചത്. ഒരു രോഗത്തിന് മരുന്ന് കമ്പനി നിർമ്മിച്ചുകൊണ്ടായില്ല. മെഡിക്കൽ സ്റ്റോപ്പർ മരുന്ന് ഇരുന്നത് കൊണ്ട് കാര്യമായില്ല. ആദ്യമായിട്ട് രോഗി തിരിച്ചറിയണം ഞാൻ രോഗിയാണെന്ന്. രണ്ടാമത് ആ വ്യക്തിക്ക് സൗഖ്യം പ്രാപിക്കാനുള്ള താല്പര്യം ഉണ്ടാകണം. ഇതിൽ നിന്ന് എനിക്ക് സൗഖ്യം ആവശ്യമാണ്. അങ്ങനെ ഡോക്ടറെ സമീപിക്കണം. അങ്ങനെ ആ മരുന്ന് സ്വീകരിക്കുമ്പോഴാണ് അത് സൗഖ്യമായിട്ട് മാറുന്നത്. കാൽവരി കുരിശിലും മരുന്ന് സജ്ജമായി 2000 വർഷങ്ങൾക്ക് മുൻപ്. സഭയാകുന്ന മെഡിക്കൽ സ്റ്റോറിൽ അതുണ്ട്. സകല മനുഷ്യർക്കും വേണ്ടിയാണ് യേശു കുരിശിൽ തറയ്ക്കപ്പെട്ടത്, ജീവൻ ബലിയാക്കി കൊടുത്തത്. യേശു ഏതെങ്കിലും ഒരു വ്യക്തിയായിട്ട് ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമായിട്ട് വന്നവനല്ല. ആ ധാരണയാണ് ആദ്യം മാറേണ്ടത്. കാരണം മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു വന്നത്. അതുകൊണ്ടാണ് ബൈബിൾ ഇങ്ങനെ പറയുന്നത്, എബ്രായർ 2:15, അത് ജീവിതകാലം മുഴുവൻ മരണത്തിൻ്റെ മേൽ അധികാരമുള്ള പിശാചിനാൽ മരണഭയത്തിൽ കഴിയുന്നവരെ രക്ഷിക്കാനാണ് അവിടെ വന്നത്, ക്രിസ്ത്യാനികൾ മാത്രമല്ല. അപ്പോൾ കർത്താവായി യേശുവിൽ വിശ്വസിക്കാൻ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറയുമ്പോൾ ആ യേശു ക്രിസ്തുവിൽ രക്ഷയുണ്ട്. വൈദ്യുതി സ്വിച്ച് ബോർഡ് വരെ വന്നു നിന്നുകൊണ്ടായില്ല. ഫ്യൂസ് ഇല്ലെങ്കിൽ ഇപ്പുറത്തേക്ക് കടന്നു വരില്ല. ആ യേശു ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, അവൻ്റെ കുടുംബ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ കാണാൻ തുടങ്ങും. അപ്പോൾ കർത്താവായി യേശുവിൽ വിശ്വസിക്കാൻ നീയും എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ദൈവം ഏറ്റവും വിലമതിക്കുന്ന ഒരാത്മാവിനാണ്. നമ്മൾ വില കൊടുക്കുന്നത് അത് 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തും 10ാം സ്ഥാനത്തും 100ാം സ്ഥാനത്തുമായിരിക്കും ദൈവത്തിന് മുമ്പിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഈശോ ഇങ്ങനെ പറഞ്ഞത്, മത്തായിയുടെ സുവിശേഷം 6:33, നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിവിടെ കുഴഞ്ഞു വീണ് മരിക്കുകയാണെങ്കിൽ എനിക്കറിയാം എൻ്റെ സ്ഥാനം എവിടെയായിരിക്കും.
ഞാൻ ഇടതുവശത്തായിരിക്കുമോ വലതുവശത്തായിരിക്കുമോ എന്ന്. 10 പ്രമാണങ്ങളിൽ വേദപ്രമാണങ്ങളിൽ 10-ൽ ഒന്നും ലംഘിക്കാത്തൊരു മനുഷ്യൻ, ചെറിയ ലഘുഭാവങ്ങളൊക്കെ ഉണ്ടാകാം, 10 കൽപ്പനകളിൽ ലംഘിക്കാതെ ജീവിക്കുന്നവൻ മരിച്ചാൽ നിത്യമായിട്ട് അവൻ സ്വർഗ്ഗരാജ്യം അവൻ്റേതായിരിക്കും. ചെറിയ ലഘുഭാവം ഉണ്ടെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിലൂടെ ശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട എൻ്റെ കടമ ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് ദൈവരാജ്യം അന്വേഷിക്കുക എന്ന് പറയുന്നു. ഞാൻ എൻ്റെ ആത്മാവിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഇപ്പം ഞാൻ മരിക്കുകയാണെങ്കിൽ മരണാനന്തരം എൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇതൊരു വ്യക്തി തിരിച്ചറിയുകയും ആ മേഖല ഞാൻ ശരിയാക്കി കഴിയുമ്പോൾ എൻ്റെ ഭൗതിക മേഖലയിൽ ദൈവം ഇടപെടും. പക്ഷെ ഇത്രയും ആഴത്തിൽ പറയാനോ പറഞ്ഞു കൊടുക്കാനോ ഒരുപക്ഷെ ശ്രമിക്കാത്തതുകൊണ്ട് ഈ കിട്ടുന്ന കാര്യം കിട്ടിയ കാര്യവും പറയും. അവർ ധ്യാനം കൂടി അവർക്ക് വിസ കിട്ടി, അവിടെ ധ്യാനം കൂടി അവർക്ക് ജോലി കിട്ടി, അതൊക്കെ ശരിയാണ്. പക്ഷെ അത്രയും മാത്രമാണ് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ യുവജനങ്ങളുടെ ഇടയിൽ അവരുടെ വിശ്വാസ തകർച്ച കാണുക. ഇങ്ങനെ പറഞ്ഞു കേട്ട് അവരെവിടെയോ പോയി പ്രാർത്ഥിച്ചു, നൊവേനയ്ക്ക് പോയി, അവരുടെ കാര്യം കിട്ടിയില്ല, അവരുടെ വിശ്വാസം നഷ്ടപ്പെടുക. അപ്പോൾ പ്രബോധനത്തിൽ ഒരു തെറ്റാണ് കുറേ പേരുടെ വിശ്വാസം നഷ്ടപ്പെടാൻ കാരണം. അത് പൗലോസേ പറയുന്നുണ്ടല്ലോ 1 കൊരിന്ത്യസ് 15:19. ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മളെല്ലാം മനുഷ്യരെക്കാൾ നിർഭാഗ്യരാണ്. പക്ഷേ ഈ മരണത്തിൻ്റെ അപ്പുറത്തൊരു ജീവിതമുണ്ട്. ഇവിടെ തിരുവചനം പറയുകയാണ് ഹെബ്രായർ 5:12, ക്രിസ്തുവിൻ്റെ പ്രഥമ പാഠം പോലും നിങ്ങളെ പഠിപ്പിക്കാൻ വീണ്ടും ഒരാൾ ആവശ്യമായിരിക്കുക. എന്താ പ്രഥമ പാഠം? ഒന്ന്, ആത്മാവുണ്ട്. ഇന്ന് പല ക്രിസ്ത്യാനികൾക്കും ആ ഒരു ബോധ്യമുള്ളതായിട്ട് ജീവിതത്തിൽ കാണുന്നില്ല. ഒരു സമൂഹജീവി ആയതുകൊണ്ട് സഭയുടെ ചില ചട്ടക്കൂട്ടിൽ പള്ളി പോകുന്നു, വരുന്നു, പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഇതൊന്നും വേണ്ട രീതിയിൽ ചിന്തിച്ചുകൊണ്ടല്ല. ആത്മാവുണ്ട്, മരണശേഷം പുനരുത്ഥാനമുണ്ട്, യേശു രണ്ടാമത് വരും, അന്തിമ വിധിയുണ്ട്, നിത്യനരകമോ നിത്യ സൗഭാഗ്യമോ ഉണ്ട്, എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ നിത്യരക്ഷയുണ്ട്. ഇതാണ് പ്രഥമ പാഠം. ഈ പാഠം ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകണം. അതാണ് തിരുവചനം പറയുന്നത്, ക്രിസ്തുവിൻ്റെ പ്രഥമ പാഠം പോലും നിങ്ങളെ പഠിപ്പിക്കാൻ വീണ്ടും ഒരാൾ ആവശ്യമായിട്ട് വന്നിരിക്കുക. എനിക്ക് ആത്മാവുണ്ടെന്നും പുനരുത്ഥാനം ഉണ്ടെന്നും അന്തിമ വിധി ഉണ്ടെന്നും ഇതൊക്കെ പ്രഥമ പാഠമാണ്. അപ്പം ഞാനൊരു വ്യക്തി സ്വർഗ്ഗരാജ്യം ലക്ഷ്യപ്പിച്ച് ജീവിക്കാൻ ആരംഭിക്കുമ്പോൾ ആ വ്യക്തിക്കുള്ള വാഗ്ദാനമാണ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വെറും ഞാൻ ഈ എൻ്റെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുമ്പോൾ അവിടെ പലപ്പോഴും ചോദിച്ച കാര്യം കിട്ടാതെ വരുന്നു. അപ്പോൾ അവരുടെ വിശ്വാസം നഷ്ടപ്പെടുന്നു. ഉൽപ്പത്തി 1:27 നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 16:26 ഈശോ പറഞ്ഞത്, ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാലും നിനക്കെന്താ പ്രയോജനം? നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും യഹൂദനെ സൃഷ്ടിക്കാമെന്നോ ക്രിസ്ത്യാനി സൃഷ്ടിക്കാമെന്നോ ദൈവം പറഞ്ഞിട്ടില്ല. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും, അതാണ് ആത്മാവെന്ന് പറയുന്നത്. അതെല്ലാ മനുഷ്യർക്കും ഉണ്ട്. ഈ അടുത്ത കാലം വരെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരുന്നത് മൃഗവും മനുഷ്യനും ഒക്കെ ചത്തു കഴിഞ്ഞാൽ ഒന്നുപോലെയാണെന്നാണ്. ഇപ്പോൾ അവരുടെ കണ്ണ് തുറപ്പിക്കുന്ന ചില സംഭവങ്ങളുണ്ടായി. മരണത്തിൽ വൈദ്യശാസ്ത്രം മരിച്ചു എന്ന് വിധി എഴുതി ജീവനിലേക്ക് വന്ന ചില വ്യക്തികൾ, അവർക്കൊക്കെ ചില അനുഭവങ്ങൾ പറയാനുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ അറിവിലോ അങ്ങനെയുള്ള വ്യക്തി കാണും. എൻ്റെ വീട്ടിൽ തന്നെ അങ്ങനെ ഒരാളുണ്ട്. 2 പ്രാവശ്യം മരിച്ചു എന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതി ജീവനിലേക്ക് വന്ന ഒരാൾ. ആ വ്യക്തിയുടെ അനുഭവം പറഞ്ഞത്, മരിച്ചതിന് ശേഷമുള്ള അനുഭവം പറയുകയാണ്, ഞാനിങ്ങനെ കട്ടിലിൽ കിടക്കുന്നു, എന്നിട്ട് എന്നിൽ നിന്ന് വേറൊരാൾ ഇറങ്ങിപ്പോകുന്ന പോലെ തോന്നുക. മനോഹരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു അത്. ഇതുപോലെ മരിച്ചു എന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതി ജീവനിലേക്ക് വന്നവർ, അവർക്കൊക്കെ ഇങ്ങനൊരു കാര്യം പറയാനുണ്ട്. അതിനുശേഷം അവർ പഠിക്കാൻ തയ്യാറായി. വിവിധ മതത്തിൽപ്പെട്ട വിവിധ സംസ്കാരത്തിൽ ജീവിക്കുന്ന ഈ അനുഭവമുള്ള അനേകരെ പഠിച്ചതിന് ശേഷം അവരിങ്ങനെ ഒരു തീരുമാനത്തിലെത്തി. ആഫ്റ്റർ ഡെത്ത് എന്ന് പറഞ്ഞ ഒരു പുസ്തകം തന്നെ എഴുതി, മരണശേഷം എന്ന് പറഞ്ഞു. അതിലവർ എഴുതിയിരിക്കുകയാണ്, ഭൗതിക ശരീരം ഉണ്ടെങ്കിൽ സൂക്ഷ്മ ശരീരമുണ്ട്. ഇതുവരെ അതല്ല, മൃഗങ്ങളെപ്പോലെയാണ് ചത്താ തീർന്നു എന്ന് അവർ വിചാരിച്ചിരുന്നു. ഇപ്പം മനുഷ്യനെക്കുറിച്ച് അവർ പറയുന്നത്, ഞാനിവിടെ നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ എന്നെ കത്തിച്ചാലും കടലിൽ പോയി മീൻ എന്നെ തിന്നാലും പുഴു തിന്നാലും ഇതിനൊന്നും തൊടാൻ പറ്റാത്ത ഒന്ന് എന്നിലുണ്ട്. അതിനെ ശാസ്ത്രജ്ഞൻ പറയുന്നത് സൂക്ഷ്മ ശരീരം എന്ന്. ഈ വെളിപ്പെടുത്തലാണ് 1 കൊരിന്ത്യസ് 15:44 നൂറ്റാണ്ടുകൾ മുൻപ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തത്. ഭൗതിക ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരമുണ്ട്. ഇതാണ് ബൈബിളിൻ്റെ ഭാഷ. ശാസ്ത്രജ്ഞന്മാരുടെ ഭാഷയാണ് ഭൗതിക ശരീരം ഉണ്ടെങ്കിൽ സൂക്ഷ്മ ശരീരമുണ്ട്. ഇതാണ് ഈ ആത്മാവെന്ന് പറയുന്നത്. അത് ഉൽപ്പത്തി 2:7 നമ്മൾ കാണുന്നത് എങ്ങനെയാണ്, മണ്ണുകൊണ്ട് രൂപം ഉണ്ടാക്കിയിട്ട് അവൻ്റെ നാസാന്തരനിലേക്ക് ജീവൻ്റെ ശ്വാസം ഊതി. ഇത് കടുവയുടെയോ സിംഹത്തിൻ്റെയോ ആനയുടെയോ ഒന്നും മൂക്കിലേക്ക് ഊതിയിട്ടില്ല, ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചുണ്ടായി. തൻ്റെ ഛായയിൽ സൃഷ്ടിച്ച മനുഷ്യൻ്റെ ആ നാസാന്തരങ്ങളിലേക്കാണ് ജീവൻ്റെ ശ്വാസം ഊതിയത്. ഇതിനാണ് ദൈവം ഏറ്റവും വില കൽപ്പിക്കുന്നത്. ഇതാണ് ആത്മാവ്. ഇതിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് യേശു ഭൂമിയിൽ വന്നത്. അതുകൊണ്ടാണ് ഉൽപ്പത്തി 3:15 പറയുന്നത്, നീ സ്ത്രീയും തമ്മിലും
നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിൻ്റെ തല തകർക്കും, നീ അവൻ്റെ കുതുകാലിൽ പരിക്കേൽപ്പിക്കും. അതുകൊണ്ടാണ് ഹെബ്രായർ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൽ അവിടുന്ന് പറയുകയാണ് 24-ാമത്തെ വാക്യത്തിൽ, ആ ക്രിസ്തുവിൻ്റെ കുരിശു മരണത്തിലൂടെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും പൈശാചി പീഡകളിൽ നിന്ന് ദൈവം നമ്മളെ മോചിപ്പിക്കുകയാണ്. ആ യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം അതെനിക്ക് ജോലി കിട്ടുന്നതിലോ കിട്ടാത്തതിലോ അല്ല, അതെനിക്ക് രോഗം വരുന്നതിലോ വരാത്തതിലോ അല്ല. ആ ഒരു ബന്ധത്തിലേക്ക് നമ്മൾ വരണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത് തിരിച്ചറിയാത്ത, ഈ വിശുദ്ധ ലിഖിതങ്ങൾ തിരിച്ചറിയാത്തത്, സാത്താൻ്റെ പ്രവർത്തനങ്ങൾ തിരിച്ചറിയാത്തത്, അവൻ്റെ പ്രവർത്തനങ്ങൾ പല വ്യക്തികളിലും കുടുംബത്തിലും ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അതിൽ നിന്നൊരു മോചനം നേടാതെ എങ്ങനെയാണ് ഇതിൽ നിന്ന് മോചനം കിട്ടുന്നത്? യേശു ക്രിസ്തുവിനെ ഒരു വ്യക്തി രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കുമ്പോൾ അത് 2 രീതിയിൽ സ്വീകരിക്കാറുണ്ട്. ഒന്ന്, നമ്മൾ സ്വീകരിച്ച ജ്ഞാനസ്നാനം എന്ന കുദാശയിലൂടെ അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം സ്വീകരിക്കുമ്പോൾ നമ്മൾ യേശുവുമായിട്ട് ബന്ധപ്പെടുക. മറ്റൊന്ന്, 10,000-കണക്കിന് ലക്ഷക്കണക്കിന് നാനാ മതസ്ഥർ യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ അവർക്ക് പറ്റാത്ത സാഹചര്യം കാണും. അവിടെയാണ് ബൈബിൾ പറയുന്നത്, റോമാക്കരുവിത ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, യേശു കർത്താവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അതരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. പക്ഷേ മാമോദിസ സ്വീകരിച്ചാലാണ് മറ്റു കൂദാശകൾക്ക് അവർക്ക് സ്വീകരിക്കാൻ പറ്റുക. ഒരു സെമിനാരിയിൽ ചേരണമെങ്കിൽ, മഠത്തിൽ ചേരണമെങ്കിൽ, പരിശുദ്ധ കുർബാന സ്വീകരിക്കണമെങ്കിൽ, മറ്റു കൂദാശകൾ സ്വീകരിക്കണമെങ്കിൽ പൂർണ്ണമായിട്ട് യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കുമ്പോഴാണ് സാധിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്രയും കാര്യം അവർ മനസ്സിലാക്കുന്നു. ഒരു ദൈവമേ ഉള്ളൂ, ആ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, മനുഷ്യരെ സൃഷ്ടിച്ചു. മനുഷ്യർ പാപം ചെയ്തപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടി ദൈവം മനുഷ്യനായി അവതരിച്ചു. സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി. ആ യേശു ക്രിസ്തുവിൽ വ്യക്തി വിശ്വസിക്കുമ്പോൾ, ആ യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിയിലും അതുവഴി ആ വ്യക്തിയുടെ കുടുംബത്തിലേക്കും രക്ഷ കടന്നു വരികയാണ്. പിന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് പറ്റുന്ന വലിയൊരു തകരാറ്, ഒരിക്കലും ഇത് രക്ഷ സ്വീകരിച്ചുകൊണ്ടായില്ല. ഒരു മുന്തിരിച്ചെടിയുടെ ശാഖ പോലെ ചേർന്ന് നിൽക്കേണ്ട ഒരവസ്ഥയുണ്ട്. അതിൽ പരമപ്രധാനപ്പെട്ടതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പണ്ടൊക്കെ നമ്മളൊരു സന്ധ്യാസമയത്ത് നമ്മൾ റോഡിലൂടെ പോവുകയാണെങ്കിൽ മിക്കവാറും കുടുംബത്തിൽ നിന്ന് പ്രാർത്ഥനകൾ കേൾക്കുമായിരുന്നു. ഇപ്പം ചിലപ്പോഴും നമ്മൾ കാതോർക്കും അവിടെ എന്തോ വഴക്ക് നടക്കുകയാണോ, അത് സീരിയലിൽ കൂടി കേൾക്കുന്നതാണ്. വെട്ടും കുത്തും കൊലപാതകവും ബലാത്സംഗത്തിൻ്റെയും അതിൻ്റെയൊക്കെ ആരവങ്ങളാണ് പലപ്പോഴും കേൾക്കുന്നത്. അതിൻ്റേതായ ധ്വനി, അതിൻ്റേതായ തരംഗം ആ വീട്ടിലുണ്ടാകും. അത് പിശാചിന് വ്യക്തികളിൽ പ്രവർത്തിക്കാൻ പറ്റിയ ഒരു തരംഗമാണത്. ഈ തരംഗങ്ങളെ അതിജീവിക്കാൻ ഇന്ന് ഈ കാലഘട്ടത്തിൽ അതേ ടെലിവിഷനിലൂടെ ആരാധനയുണ്ട്, വചനപ്രഘോഷണമുണ്ട്, പ്രാർത്ഥനയുണ്ട്. ഇതിൽ ആ കുടുംബാംഗങ്ങൾ സംബന്ധിക്കുമ്പോൾ അതിൻ്റേതായ തരംഗങ്ങൾ അവിടെ ഉണ്ടാകും. നമ്മൾ പറയുമല്ലോ, മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം. ഈ വെടിയും കൊലപാതകവും പിടിച്ചുപറിയും വെട്ടും കുത്തും കൊലയുടെ സീരിയൽ കാണുമ്പോൾ അതിൻ്റേതായ ഒരു സൗരഭ്യം എന്ന് പറയാൻ പറ്റില്ല, ദുർഗന്ധം ആ വീട്ടിലുണ്ടാവും. എന്നിട്ട് മക്കൾ വഴിതെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ആരോടാണ് കുറ്റം പറയുന്നത്? അപ്പോൾ കുടുംബ അന്തരീക്ഷം മാറണം. ഹബക്കൂക്ക് പറഞ്ഞ പോലെ, എൻ്റെ മുന്തിരിത്തോട്ടം പൂക്കുന്നില്ലെങ്കിലും, എനിക്ക് ഈ ഭൂമിയിൽ ഒരു ഭൗതികമായിട്ടുള്ള ഒരു നേട്ടവും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും. ആ സിംഹക്കുഴിയിൽ കിടന്ന് ആ മക്കൾ പറഞ്ഞതാണ്, ഈ ജ്വാലയുടെ മധ്യത്തിൽ അവർ പറഞ്ഞതാണ്, ഇതിൽ നിന്ന് രക്ഷിക്കാൻ ഞങ്ങളുടെ ദൈവത്തിന് കഴിയും, രക്ഷിച്ചില്ലെങ്കിലും. ആ ഒരു ബോധ്യത്തിലേക്കാണ് നമ്മൾ കടന്നു വരേണ്ടത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് തിരിച്ചറിയുക, യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കുക. ഈ വിശ്വാസം സ്വീകരിച്ച് സ്നാനം സ്വീകരിച്ചവരാണെങ്കിൽ യേശു ക്രിസ്തുവുമായിട്ടുള്ള ഐക്യം നിലനിർത്താൻ ചില ഘടകങ്ങളുണ്ട്. പരമപ്രധാനമാണ് പ്രാർത്ഥന. 3 വർഷക്കാലം സ്ത്രീയന്മാരെ കൂട്ടത്തിൽ കൊണ്ടു നടന്നിട്ട് ഈശോ വേറെ കുറുക്കുവഴിയൊന്നും അവർക്ക് പറഞ്ഞു കൊടുത്തില്ല. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. പ്രാർത്ഥന കൊണ്ടല്ലാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. വീണ്ടും ഈശോ പറയുകയാണ്, ഉപവാസവും പ്രാർത്ഥന കൊണ്ടല്ലാണ്ട് ഈ വർഗം പുറത്തു പോകില്ല. എൻ്റെ വീട്ടിലോ എൻ്റെ ജീവിതത്തിലോ എൻ്റെ കുടുംബത്തിലോ ഏതെങ്കിലും തിന്മയുടെ സ്വാധീനം ഉണ്ടെങ്കിൽ അത് ഉപവാസത്തും പ്രാർത്ഥനയോടെ അല്ലാണ്ട് ഈ വർഗം പുറത്തു പോകില്ലെന്ന് പറയുമ്പോൾ, ഉപവാസവും പ്രാർത്ഥനയിലൂടെ പുറത്തു പോകില്ലാത്ത ഒരു വർഗവും നമ്മളിലോ നമ്മുടെ കുടുംബത്തിലോ ഇല്ല. അപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാൻ പറയാം, അവർ പ്രാർത്ഥിക്കും, ശരിയാണ്. പണ്ടിങ്ങനെ ടെലിവിഷനൊക്കെ വരുന്നതിന് മുമ്പ് റേഡിയോ ആയിരുന്നു വീടുകളിൽ. അപ്പോൾ റേഡിയോ സ്റ്റേഷനിലേക്ക് ആവശ്യപ്പെടും ചലച്ചിത്ര ഗാനങ്ങൾ, ഇന്ന സിനിമയിൽ ഇന്ന പാട്ട് വേണം, അവരത് പ്രക്ഷേപണം ചെയ്യും. അത് പ്രക്ഷേപണം ചെയ്യുന്ന സമയത്ത് അതെനിക്ക് കേൾക്കണമെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലെ റേഡിയോ ഓൺ ചെയ്യണം, ആ സ്റ്റേഷൻ ഞാൻ ട്യൂൺ ചെയ്യണം. ഏതച്ഛനോട് ആരോട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടാലും അവർ പ്രാർത്ഥിക്കും. ഇനി പറഞ്ഞില്ലെങ്കിലും ഓരോ വിശുദ്ധ കുർബാനയിലും സഭ തനയർക്ക് വേണ്ടി പുരോഹിതൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന എൻ്റെ വീട്ടിലേക്ക് എത്തണമെങ്കിൽ, എന്നിലെത്തണമെങ്കിൽ ഞാൻ എൻ്റെ റേഡിയോ ട്യൂൺ ചെയ്യണം, ഓൺ ചെയ്യണം, ഞാൻ പ്രാർത്ഥനയിലായിരിക്കണം.
അപ്പോൾ പ്രാർത്ഥനയുടെ കടയ്ക്കലാണ് ഈ കാലഘട്ടത്തിൽ പിശാച് കോടാലി വെച്ചിരിക്കുന്നത്. അതിനിഷ്ടപ്പെട്ട ചില പ്രോഗ്രാം ആയിരിക്കും ആ സമയത്ത്. ഈ പ്രോഗ്രാം കാണാൻ വേണ്ടി പ്രാർത്ഥനയുടെ സമയം മാറ്റുന്നു. അപ്പോൾ 1-ാം സ്ഥാനം ഇതിന്, 3-ാം സ്ഥാനം, 4-ാം സ്ഥാനം, അങ്ങനെ പ്രാർത്ഥന, അല്ലെ പ്രാർത്ഥനയേ ഇല്ല. ആ കുടുംബങ്ങൾ ഒരു അപേക്ഷയാണ് ഈ തിരുവചനം കേൾക്കുന്നവരോട്, നിങ്ങളുടെ കുടുംബത്തിലെ പ്രാർത്ഥന ശക്തിപ്പെടുത്തണം. പണ്ടത്തെ കാലം പോലെയല്ല. ഇനി ശരിക്ക് പ്രാർത്ഥനയുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളും നിങ്ങളുടെ കുടുംബവും ആ മക്കളും കണ്ണുനീര് കുടിപ്പിക്കാതെയും കണ്ണുനീര് കുടിക്കാതെയും അക്കരെ എത്തണമെങ്കിൽ ഈ പ്രാർത്ഥനയാവുന്ന പിടിവള്ളി അത് കൈവിടാൻ പാടില്ല. ഇന്ന് പല കുടുംബത്തിലും പ്രാർത്ഥന ഉള്ളതും ഇല്ലാത്തതും തുല്യമാണ്. കുട്ടികളെ കളിപ്പിച്ചുകൊണ്ടും പടിഞ്ഞിരുന്നും ചെരിഞ്ഞിരുന്നും ഉറക്കം തൂങ്ങിയും ആ പ്രാർത്ഥനയ്ക്ക് എന്താ അർത്ഥം? ഒരല്പം ത്യാഗത്തിലൂടെ ഈശോ മുട്ടുമേൽ വീണ് രക്തം വീർത്ത് പ്രാർത്ഥിച്ചു. ആ ഒരു തീഷ്ണതയോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിന് കൃപ ഇറങ്ങി വരും. ആ മക്കൾ നേർവഴിക്ക് പോകും. അവരുടെ ഭാവി സുരക്ഷിതമായിരിക്കും. കുടുംബത്തിൻ്റെ അടിത്തറ ഇളകി കിടക്കുകയാണ്. ഇന്നത്തെ പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തതുകൊണ്ടാണ്. പിശാചിന് ചിലർ അമിത പ്രാധാന്യം കൊടുത്ത് അവനെ ഭയന്ന് കഴിയേണ്ടവനല്ല ക്രിസ്ത്യാനി. കാരണം ഈ വചനം അറിയണം. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം, ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് എന്നിലും നിങ്ങളിലും ഉള്ളത്. അവനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. വലിയ ഹിമാലയത്തിൻ്റെ കൊടുമുടി കേടുന്ന കാര്യമൊന്നും ദൈവം പറഞ്ഞിട്ടില്ല. നമ്മുടെ ഹൃദയത്തിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന ആ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ്. അവിടെ മുതൽ വ്യക്തിയുടെ ജീവിതത്തിൽ ഇന്നത്തെ പ്രശ്നങ്ങൾ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിൻ്റെ മേൽ ഉരുണ്ടുകൂടിയിരിക്കുന്ന ഈ കാർമേഘ പടലങ്ങൾ, ആ യേശുവുമായിട്ടുള്ള ബന്ധം സ്ഥിരപ്പെടുന്നതിനനുസരിച്ച് അവിടെ നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും. അതിൻ്റെ ചിറകളിൽ സൗഖ്യമുണ്ടാകും. അത് ആത്മാവിലും മനസ്സിലും ശരീരത്തിലും ബന്ധങ്ങളിലേക്കും ദൈവകൃപ തരുന്നതാണ്. നമുക്ക് ഈ തിരുവചനങ്ങൾ ഒന്ന് ധ്യാനിക്കുകയും നമ്മുടെ പ്രാർത്ഥനാ ജീവിതം അല്പം കൂടി നമുക്ക് മെച്ചപ്പെടുത്തുകയും ചെയ്യാം. ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.